തുകിളി നിന്നോടെന്തോ കുഞ്ഞു കളിയോതും നേരം നിന്റെ കരളിൽ എന്റെ മുഖമോ മിന്നി മറയും. നിനക്കായാണ് ഞാൻ കാത്തിരിക്കുന്നത്, നിനക്കായാണ് ഞാൻ ജീവിക്കുന്നത്. നീ എന്നിലേക്ക് വരുന്ന ആ നിമിഷത്തിനായി ഈ ജന്മം മുഴുവൻ ഞാൻ കാതോർത്തിരിക്കും. വൈകാതെ വരില്ലേ നീ? വാർത്തിങ്കളേ മാളക്കുട്ടി, ശ്യാമളമ്മേ, മാളു എന്തേ? അവളുടെ അമ്പലത്തിൽ പോയേക്കുവാ, ഇപ്പൊ എത്തും. എന്നാ ഞാൻ പോയിട്ട് പിന്നെ വരാം. നില്ല്, മോള് പോവല്ലേ, അവളിപ്പോ വരും. മോളിങ്ങിരിക്കേ. ശരി. ഓ, മനുവേട്ടൻ. സ്വരനിലാ മുരളികയായി നീ ഉണരുമെൻ കനവുകളിൽ തരളമായി മധുരിതമായി പാടൂ. മനുവേട്ടൻ സ്കൂളിൽ പ്രധാന പഠിപ്പുകളിൽ ഒരാളായിരുന്നു ഞാൻ. അതുകൊണ്ട് എല്ലാവർക്കും എന്നെ വലിയ കാര്യമായിരുന്നു. പ്രണയത്തിന്റെ ലഹരിയേക്കാൾ പ്രശംസകളായിരുന്നു എന്നെ മത്തുപിടിപ്പിച്ചിരുന്നത്. പക്ഷേ മനുവേട്ടൻ, ഇയാൾ എന്റെ എതിരാളിയാണ്. എന്റെ ക്ലാസ്സിലുള്ള കുട്ടികളോട് ലച്ചുവിനെ കണ്ടുപഠിക്കാൻ വീട്ടുകാർ പറയുമ്പോൾ ഈ ലച്ചുവിനോട് അമ്മ പറയുന്നത് മനുവിനെ കണ്ടുപഠിക്കാനാണ്. മനു ആരാണെന്നല്ലേ? എന്റെ കൂട്ടുകാരി മാളുവിന്റെ ഏട്ടനാണ്. ഞങ്ങൾ അയൽക്കാരാണ്. ഞങ്ങളുടെ വീടുകൾ തമ്മിൽ ഒരു വലിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. മാളുവിനെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, അത്ര തന്നെ വെറുപ്പാണ് മനുവേട്ടനോട്. കുട്ടിക്കാലം മുതൽക്ക് എന്നെ കരയിപ്പിക്കാൻ കിട്ടുന്ന ഒരവസരവും മനുവേട്ടൻ പാഴാക്കാറില്ല. ചെറുപ്പത്തിൽ ഞാൻ എന്നും കളിക്കാൻ ഇവരുടെ വീട്ടിൽ പോയാലും എന്നെ കരയിപ്പിച്ച് തിരിച്ചുവിടും. ഒറ്റ കുട്ടിയായതുകൊണ്ട് വീണ്ടും വീണ്ടും ഞാൻ അവരോടൊപ്പം തന്നെ കളിക്കാൻ പോകും. വീണ്ടും വീണ്ടും കരഞ്ഞുകൊണ്ട് തിരിച്ചു വരും. മാള് പാവമാണ്. അവൾ ഞാൻ കരയുമ്പോൾ സോറി പറയും. മനുവേട്ടൻ സോറി ഒന്നും പറയില്ല. ഭയങ്കര അഹങ്കാരമാണ്, എനിക്ക് ഇഷ്ടമല്ല. പഠിക്കും എന്നുള്ളതിന്റെ ഹുങ്കാണ്. ഒരു രഹസ്യം കൂടി ഞാൻ പറയാം. 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മനുവേട്ടൻ മരിച്ചു പോണെന്ന് പറഞ്ഞ് അമ്പലത്തിലെ കാണിക്ക വഞ്ചിയിൽ 1 രൂപ നേർച്ചിട്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ പിറ്റേ ആഴ്ച മനുവേട്ടൻ സൈക്കിളിൽ നിന്ന് വീണ് കൈ ഒടിഞ്ഞു. അന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി. കൊല്ലണമെങ്കിൽ കൂടുതൽ കാശ് കാണിക്ക് കൊടുക്കണം. അതിന് ഇന്ത്യയിൽ എവിടെന്ന അത്രയും കാശ്? അല്ലേ തന്നെ ഞാനും ദൈവവും തമ്മിൽ പറ്റിടപാടാണ്. കാണാതെ പോയ നോട്ട്ബുക്ക് കിട്ടാനും കണക്ക് സാർ വരാതിരിക്കാനും ഒക്കെ ഓരോ രൂപ നേർന്ന് ഒരു തുക കടമുണ്ട്. ഈ മനുവേട്ടനാണെങ്കിൽ എന്നെ കണ്ട എപ്പോഴും ചൊറിഞ്ഞുകൊണ്ടേയിരിക്കും. ഓ, പതിവുകാരി വന്നല്ലോ. എന്താടി വെളുപ്പാങ്കാലത്ത് തന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തിരിക്കുന്നേ? നിനക്ക് പഠിക്കാനൊന്നുമില്ലേ? അത് ഞാൻ നോക്കിക്കോളാം. ഇയാള് വല്ലാണ്ട് വിഷമിക്കണ്ട ഓർത്ത്. ആ, പഠിച്ചാ നിനക്ക് കൊള്ളാം. അല്ലേ വല്ല കണ്ണുകൂട്ടനോ മുടന്തനോ കെട്ടിക്കൊണ്ട് പോകും ലാസ്റ്റ്. ദേ മനുവേട്ട, ഇനി എന്നെ ചൊറിഞ്ഞ ഞാൻ വേണുമാമയോട് പറയുവേ. ലച്ചു, നീ കുറെ നേരമായോ വന്നിട്ട്? എന്താടി നീ എന്നെ വിളിക്കാതെ അമ്പലത്തിൽ പോയി? ഞാൻ വന്നോളൂ. വിളിച്ചിട്ട് എഴുന്നേക്കണ്ടേ? പോത്തുപോലെയാണ് കിടന്നുറങ്ങുന്നേ. വാ, സ്കൂളിൽ പോണ്ടേ? വേഗം റെഡി ആയിക്കോ. എന്റെ ചക്കുളത്തമ്മ, ആര് കണ്ടുപിടിച്ചാലും എന്നെ കണ്ടുപിടിക്കല്ലേ. അയ്യോ, പിടിച്ചു. ഇങ്ങനായിരുന്നോ? നിനക്ക് നാണമില്ലേ പെണ്ണെ? കൊച്ചു പിള്ളേരുടെ കൂടെ ഇങ്ങനെ കളിച്ചു നടക്കാൻ? വയസ്സ് എത്രയായി? പോയി 2 അക്ഷരം പഠിക്കാൻ നോക്ക്. അടുത്ത കൊല്ലം 10ലാണ്. ആദ്യം നിങ്ങളുടെ പെങ്ങളോട് പോയി പറ. ദേ ആ മാവിന്റെ കൊമ്പിലിരിപ്പുണ്ട്. അല്ല പിന്നെ ചൊറിയാൻ വന്നേക്കുവാ. നാശം പോകുന്ന ലക്ഷണമില്ലല്ലോ. വേഗം സ്ഥലം വിടാം. നിന്റെ കൂടെ ട്യൂഷന് വരുന്ന ആ കൊച്ചേതാ? ഓ, ശ്യാമളമ്മക്ക് മോനെന്ന് പറഞ്ഞ തേനൊലിക്കും. പക്ഷെ മോന്റെ കയ്യിലിരിപ്പോ നിന്നോടാ ചോദിച്ചേ. അങ്ങോട്ട് പോയി ചോദിക്കേ. വായി നോക്കി വായി തുറന്ന് പെൺപിള്ളേര് നോക്കി നിൽക്കാൻ നാണാവൂലേ?
അതേടി, ഞാൻ വായി നോക്കും. നിന്നെയൊക്കെ കാണാൻ കൊള്ളായിരുന്നെങ്കിലേ വഴിയിൽ ചെന്ന് നിക്കണമായിരുന്നു. അമ്മേ, എന്നെ കാണാൻ കൊള്ളില്ലേ? ദേ പെണ്ണെ, കൊഞ്ചൽ നിർത്തിപ്പോയിരുന്നു പഠിച്ചേ. ദേ അച്ഛൻ വരുന്നുണ്ട്. നിന്റെ സംശയമൊക്കെ അങ്ങോട്ട് ചോദിച്ചോളൂ. അച്ഛാ, എന്നെ കാണാൻ കൊള്ളില്ലേ? പിന്നെ എന്റെ മോൾ സുന്ദരി മാവല്ലേ? ഈ മണിവേട്ടൻ എവിടെ വെച്ച് എന്നെ അശ്വതിനെയും കാണാറ്? നാളെ ട്യൂഷന് പോകുമ്പോ ചോദിക്കണം. ലച്ചു, വാ, നമുക്ക് ലൈബ്രറി വരെ ഒന്ന് പോകാം. എനിക്ക് ഒരു ബുക്ക് എടുക്കണം. ഭാഗ്യം, എന്നെ കണ്ടില്ല. ഓ, കണ്ടുപിടിച്ചു, ലൈബ്രറി. അപ്പൊ ഇതാണ് താവളം. ഓ, മനുവേട്ടൻ അശ്വതിയെ തിരക്കിയ കാര്യമൊന്നും ഞാനിവളോട് പറയില്ല. ഇനി ഇവളുടെ പോസ് കാണാൻ. ഓ, വായും പൊളിച്ച് നിപ്പുണ്ടല്ലോ വഴിയില്. അവളെ കാണാനായിരിക്കും. നീ ഇന്നെന്താ ഒറ്റയ്ക്ക്? അശ്വതി വന്നില്ലേ? ഓ, അശ്വതിയെ കാണാണ്ട് ഉറക്കം വരുന്നില്ലായിരിക്കും. ഇയാൾക്ക് എല്ലാ ദിവസവും ഇതേ ചോദിക്കാനുള്ളൂ. ആ, അവളെ ഞാൻ പോക്കറ്റിലിട്ട് നടക്കുവാണല്ലോ. ഒന്ന് പോയേ മനുവേട്ടാ. ഓ, എന്താടി വാവേ ഒരുമാതിരി സംസാരം. നില്ലടി, പോവാണോ വാവേ നീ? മനുവേട്ടാ, ഞാൻ ഒത്തിരി താള് പറഞ്ഞിട്ടുണ്ട് എന്നെ വാവേ വാവേന്ന് വിളിക്കരുതെന്ന്. നീ ഈ അടക്കാക്കിളി പോലെയല്ല ഇരിക്കണേ. കുഞ്ഞു വാവയെ പോലെ ഒരിക്കലും വലുതാവേയില്ല. ഞാൻ അങ്ങനെ വിളിക്കൂ, വാവേ വാവേ വാവേ. ഓ, ഒന്ന് പോകുന്നുണ്ടോ? എടി, അത് നീ ആ ചേട്ടനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ എന്നീ വഴിക്ക് വന്നാലും പുള്ളി ഇവിടെ ഉണ്ടാവും. നിന്റെ വീടിനടുത്തുള്ള ചേട്ടനല്ലേ അത്? ഞാൻ അന്നൊരിക്കൽ നിന്റെ വീട്ടിൽ വന്നപ്പോ കണ്ടായിരുന്നു ഈ ചേട്ടനെ. ഓ, ഇങ്ങേരോ? എടി മോളെ, പുള്ളി ഒരു പുസ്തക പുഴുക. അതാ എപ്പോഴും ഇവിടെ കാണുന്നേ. ഛേ, അല്ലാതെ അവളെ കാണാൻ നിൽക്കുവാണെന്ന് പറയണോ ഞാൻ? മനുഷ്യനെ നാണം കെടുത്താനായിട്ട്. എടി, ഏട്ടൻ എഞ്ചിനീയറിംഗിന് പഠിക്കാൻ പോവാ, ദൂരെ ഒരു ഹോസ്റ്റലില്. ഏട്ടൻ പോകുന്നതോടെ വീട് ഉറങ്ങിപ്പോകും. ഉറങ്ങിക്കോട്ടെ, പാപം വീട് അങ്ങനെയൊരു സ്വസ്ഥത ഇട്ടട്ടെ. ഇനി അശ്വതി എങ്ങനെ കാണും? പാവം കാമുകൻ. ഹൃദയം പ്രണയം വെളിപ്പെടുത്താൻ വെന്ത് നിൽക്കുമായിരിക്കും. പോകുമല്ലേ നാട് വിട്ടു. അതിനു മുന്നേ പറഞ്ഞില്ലെങ്കിൽ വേറെ ആരെങ്കിലും പെണ്ണിനെ കൊത്തിക്കൊണ്ടു പോയാലോ? ചേട്ടൻ പുറകെ വരുന്നു. നീ പൊക്കോ, ഞാൻ വന്നോളാം. ലച്ചു, വാവേ എന്താ മനുവേട്ടന് വേണ്ടേ? ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. അവളോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അവളോട് പോയി പറ. എനിക്ക് മാമാപ്പണിയൊന്നും അല്ല. ഇനി അവളുടെ കാര്യം പറഞ്ഞോണ്ട് എന്റെ അടുത്ത് വന്നാ ഞാൻ വീട്ടിൽ പോയി പറയും. നിങ്ങൾക്ക് നാണമില്ലേ ഇങ്ങനെ പെണ്ണുങ്ങളുടെ പുറകെ നടക്കാൻ? എനിക്ക് ഈ വക കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല. എന്റെ അടുത്ത് മേലെ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു പോരുത്. ഹോ, കുറെ നാളത്തെ ആഗ്രഹമായിരുന്നു രണ്ട് ചീത്ത പറയണമെന്ന്. ഇപ്പൊ ഒരു കല്ല് നെഞ്ചിന്ന് ഇറങ്ങിയ പ്രതീതിയാണ്. അങ്ങനെ പോയി ഹോസ്റ്റലിലേക്ക്. ടിങ്കിരി 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 പട്ടാളം. ഓ, രാക്ഷസന് ഇല്ലാത്തതുകൊണ്ട് തന്നെ എന്ത് സമാധാനം. ഇന്ന് എത്തുന്ന ദിവസമല്ലോ, വെള്ളിയാഴ്ചയല്ലേ. ആ, വൈകി എത്തുള്ളൂ. അയ്യോ, ഇതെപ്പോന്നു? ഞാനില്ലാത്തോണ്ട് സുഖിച്ച് കയറി നടക്കണല്ലേടി എന്റെ വീട്ടിൽ. ആ, നടക്കും. അതിന് ഇയാൾക്ക് എന്താ? എനിക്കെന്താണോ, എന്റെ റൂമിലെങ്ങാനും കയറി ആ ഇരിക്കല് കൈ ഞാനിങ്ങ് ഒടിച്ചെടുക്കും. വേണു മാമേ.
ഷോ ഇതിങ്ങനെ വഴക്ക് ഇന്നത്തെ ഈ ദിവസങ്ങൾ കഴിയെ പല മാറ്റങ്ങളും സംഭവിച്ചു. നല്ല മാർക്ക് വാങ്ങി ലച്ചു 10ാം ക്ലാസ്സും +1 പാസ്സായി. മനുവിന് പഴയ ദേഷ്യമൊക്കെ കുറഞ്ഞു. മാളുവും ലച്ചുവും BSc കെമിസ്ട്രിക്ക് നാട്ടിലെ ആർട്സ് കോളേജിൽ ചേർന്നു. മനുവിന് ചെന്നൈയിൽ ജോലി കിട്ടിയെങ്കിലും ഗവൺമെന്റ് ജോലിക്ക് ശ്രമിക്കാനായി ആ ജോലി വേണ്ടെന്ന് വെച്ച് കോച്ചിങ്ങിന് പോയി തുടങ്ങി. മനുവിന്റെ കാര്യത്തിൽ എനിക്ക് വിഷമം. എന്ത് നല്ല ജോലിയാ വന്നത്, അതൊക്കെ തട്ടിത്തെറിപ്പിച്ചിട്ട് ഗവൺമെന്റ് ജോലിയുടെ പുറകെ നടക്കുന്നു. ഈ ജന്മത്തൊരു ഗവൺമെന്റ് ജോലി കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എടി, അവനൊരാണല്ലേ, കുറച്ചു സമയം താമസിച്ചായാലും അവന് ജോലി കിട്ടും. എന്നാൽ പ്രതീക്ഷകളൊക്കെ വറ്റി. ജോലി ആവാതെ മനു ആകെ മാറി. ഇപ്പോഴും സങ്കടം. ഇപ്പോൾ ലച്ചുവിനോടൊന്നും വഴക്ക് കൂടാനേ പോവാറില്ല. ദേ, അപ്പുറത്തെ നമ്മുടെ മാളുവിന്റെ നിശ്ചയം വരെ കഴിഞ്ഞു. ഇവളുടെ കാര്യമിനെ ഇങ്ങനെ വിട്ടാലൊക്കില്ല. നല്ലൊരു ചെക്കനെ കൊണ്ടുവരാൻ നിങ്ങളെ ബ്രോക്കർ കണാരനോട് പറയേ. അവൾ കുഞ്ഞല്ലേ വസന്തേ, ഒരു 2 വർഷം കൂടി കഴിയട്ടെ. ഓ, മടി വെച്ച് പുന്നാരിച്ചോണ്ടിരുന്നോ, അവസാനം മൂക്കിൽ പല്ല് വരട്ടെ. കൂടെ പഠിച്ച പെൺപിള്ളേരെല്ലാം കെട്ടിപ്പോണ കണ്ടില്ലേ, കുഞ്ഞാണ് പോലും. ശരി ശരി, നീ ഒന്ന് അടങ്ങ്, നമുക്ക് ആലോചിക്കാം. ദേ അച്ഛ, കാലുമാറിയലുണ്ടല്ലോ. നമുക്ക് ആലോചിക്കാം മോളെ. ഇപ്പൊ നോക്കിയിട്ട് എൻഗേജ്മെന്റ് നടത്തി വെച്ച 1 വർഷം കഴിഞ്ഞ് നടത്താം. പയ്യനെ കണ്ടുപിടിച്ച് വരുമ്പോ തന്നെ 1 വർഷമാകും. ജാതകം ഒത്തുവരണം, സ്വഭാവം ഒത്തുവരണം, പയ്യന്റെ ജോലി, കുടുംബം, അങ്ങനെ എല്ലാം നോക്കണ്ടേ. അപ്പൊ നമുക്ക് ഇപ്പൊ തുടങ്ങാം. എന്നാ 2 വർഷത്തിനിടയിൽ കല്യാണം നടത്താലോ. അതാ ഞാൻ പറഞ്ഞേ, അല്ലാതെ നാളെ തന്നെ കെട്ടിച്ചു വിടാനല്ല. അല്ല, ഇതൊരു സാവിത്രി എടുത്തിയോ? വാക്കേറ് വസു, നീ ലച്ചനെ വിളിക്ക്, അവൾ അപ്പുറത്ത് പോയേക്കുവാ. അല്ല ഗോവിന്ദ, നമ്മുടെ ശ്രീലക്ഷ്മി അങ്ങ് വളർന്ന് കെട്ടിക്കാൻ പ്രായമായല്ലോ. ഇത് പറയാനാണോ ഇപ്പൊ എഴുന്നള്ളിയത്? കെട്ടിക്കാറായ പെൺപിള്ളേരെ ഇങ്ങനെ കണ്ട വീട്ടിൽ കയറിയിറങ്ങാൻ വിടുന്നത് ശരിയാണോടാ? ഈ പെണ്ണുമ്പിളക്ക് ഇത് എന്തിന്റെ കേടാ? ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ കാണാരനെ കണ്ടായിരുന്നു. നീ ലച്ചുവിനെ കല്യാണം നോക്കുന്നു അയാൾ പറഞ്ഞു. അതെന്തിനാടെ വേറെ നോക്കുന്നേ? എന്റെ മോൻ ശിവനെ ലച്ചു എന്ന് പറഞ്ഞ ജീവനാ. അവന് കെട്ടിച്ചു കൊടുക്കടാ, ഞാൻ അവളെ പൊന്നു പോലെ നോക്കിക്കോളാം. അപ്പൊ അതാണ് കാര്യം. അയ്യടാ, ആ വായി നോക്കി ശിവനെ ലച്ചുനെ കെട്ടണം പോലും. അത് ശരിയാവില്ല ചേച്ചി, അത് വേണ്ട. അതെന്താടാ? ഒന്ന് നോക്കിയാ അവളേക്കാൾ യോഗ്യതയില്ലേ എന്റെ മോന്. അവൻ പ്രൈവറ്റിലാണെങ്കിലും എഞ്ചിനീയർ അല്ലേ. പിന്നെ ഇത്തിരി മുൻകോപമുണ്ട്. അതൊക്കെ അവള് വിചാരിച്ചാൽ മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. അവനെ അടിപിടി കൂടിയതിന് 2 തവണ പോലീസ് അറസ്റ്റ് ചെയ്തതല്ലേ. അവൻ എന്റെ മോളേക്കാൾ യോഗ്യത ഉള്ളതുകൊണ്ട് അവളേക്കാൾ നല്ല പെണ്ണിനെ വേറെ കിട്ടും. അതൊക്കെ കിട്ടും. നീ എടുത്തോണ്ട് നടന്ന കുട്ടിയല്ലേടാ അവൻ. അവന്റെ ആഗ്രഹം. ചേച്ചി, വളച്ചിട്ടില്ലാതെ കാര്യം പറയാം. അവന് കെട്ടിച്ചു കൊടുക്കുന്നതിനേക്കാൾ ഞാൻ എന്റെ മോളെ വല്ല കുളത്തിലോ ആറ്റിലോ മുക്കി കൊല്ലുന്നതല്ലേ നല്ലത്. ഓ, അച്ഛൻ സ്കോറിംഗ്. നീ കാത്തിരുന്നോ, ഇപ്പൊ വരും തുർക്കിന്ന് രാജകുമാരൻ നിന്റെ മോളെ കെട്ടാൻ. കണ്ട വീട്ടിലെല്ലാം നിരങ്ങി നടക്കുന്നവളെ ഒരുത്തനും കേട്ടില്ല. അവസാനം നീ എന്റെ അടുത്ത് വന്ന് കരയും, നിന്റെ മോളെ എന്റെ മോനെ കൊണ്ട് കെട്ടിക്കാൻ. അന്ന് ഞാൻ ഇതിനൊക്കെ മറുപടി പറഞ്ഞോളാം. എത്ര മനോഹരമായി നടക്കാത്ത സ്വപ്നം അല്ലേ ഗോവിന്ദോ? ഈ ഞായറാഴ്ചയാണ് ലച്ചുനെ പെണ്ണാണാൻ വരുന്നേ. ഗവൺമെന്റ് സ്കൂളിലെ സാറാണ്. കേട്ടപ്പോ നല്ലതാണെന്ന് തോന്നി. ജാതക പൊരുത്തമാണെങ്കിൽ 10ൽ 7 പൊരുത്തം. പെൺകുട്ടിയോള് കണ്ണടച്ച് തുറക്കും മുമ്പേ ദാന്ന് വളരും അല്ലേ വസു? അതെ അതെ, നമ്മുടെ മുന്നിലൂടെ ഓടിക്കളിച്ച് നടന്ന പിള്ളേരല്ലേ. പയ്യൻ സാറാണല്ലേ? പയ്യന്റെ കൂടപ്പിറപ്പുകൾ ആരും ഇല്ലേ? ഒരു ചേച്ചിയുണ്ട്, കല്യാണം കഴിഞ്ഞു. അവൾ അവളുടെ ഭർത്താവിന്റെ വീട്ടിലാ. പയ്യന് അമ്മ മാത്രമേ ഉള്ളൂ. അച്ഛൻ മരിച്ചുപോയി. ഒരമ്മാവനുണ്ട്. അയാളാണ് അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. നമ്മൾ അന്വേഷിച്ചപ്പോ എല്ലാരും നല്ല അഭിപ്രായം പറഞ്ഞു. ഒരു ചീത്ത സ്വഭാവമില്ല. നടന്നു കിട്ടിയ ലച്ചുന്റെ ഭാഗ്യം. അതൊക്കെ നടക്കും. അവളെ കണ്ട ആർക്കാ ഇഷ്ടപ്പെടാതെ? ഒരു കുഴപ്പവുമില്ലാതെ നടന്നാ മതിയായിരുന്നു. സാവിത്രി ചേച്ചി എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കുന്ന എന്റെ പേടി. അവരെന്ത് ചെയ്യാനാ? എത്രയൊക്കെ ആയാലും വാവ അവരുടെ സഹോദരന്റെ മോളല്ലേ. എന്തായാലും ഞായറാഴ്ച എല്ലാരും കൂടി അങ്ങോട്ട് പോന്നേക്കണം കേട്ടോ. മാളു, നീ എന്നെ സാരി ഉടുപ്പിച്ച് തരണം കേട്ടോ. അതിനെന്തിനാ നീ ഇപ്പോഴേ തയ്യാറെടുപ്പ് തുടങ്ങിയോ? ഇപ്പൊ ഒന്നും കല്യാണം വേണ്ടെന്ന് പറഞ്ഞോണ്ടിരുന്ന പെണ്ണ. അത് പിന്നെ നീയല്ലേ ആദ്യം എന്നെ കളഞ്ഞിട്ട് കെട്ടാൻ തീരുമാനിച്ചത്. നീ പോയാ പിന്നെ എനിക്ക് ആരുണ്ട് കൂട്ടിന്? ഞാൻ ഒറ്റക്കായി പോവില്ലേ? പിന്നെ ഞാൻ കെട്ടിക്കഴിഞ്ഞ് പഠിത്തമൊന്നും നിർത്തില്ല. എനിക്ക് നല്ലൊരു ജോലി വാങ്ങിയേ പറ്റുള്ളൂ.
ലക്ഷ്മി എവിടെയാ പഠിച്ചേ? ഏതാ മെയിൻ എടുത്തേ? ഇനി എന്താ ഡിഗ്രി കഴിഞ്ഞ പ്ലാൻ? ഞാൻ BSc കെമിസ്ട്രിയാണ് എടുത്തത്. ഇവിടെ അടുത്തുള്ള ആർട്സ് കോളേജിലാണ് പഠിച്ചത്. എനിക്ക് ഒരു ടീച്ചർ ആവാനാണ് ആഗ്രഹം. അപ്പോ എല്ലാം ഞാൻ തന്നോടല്ലേ ചോദിച്ചത്, തനിക്ക് എന്നോടൊന്നും ചോദിക്കാനില്ലേ? അത് ഏത് സബ്ജക്റ്റാണ് പഠിപ്പിക്കുന്നേ? മാത്സ്. മാത്സോ? ജീവിതത്തിൽ ഞാനൊരു മാത്സ് സാറിനെ ഇഷ്ടപ്പെട്ടിട്ടില്ല ഇതുവരെ. എന്താ മാത്സ് ഇഷ്ടമല്ലേ? അല്ല. അച്ഛാ, എന്തിനാ ഇത്ര ആർഭാടമൊക്കെ? ഞങ്ങൾക്ക് നീ ഒരാളല്ലേ ഉള്ളു മോളെ, എല്ലാം ഭംഗിയായി നടത്തണം. അച്ഛന്റെ സ്വപ്നമാണിത്. എടോ, നാളെ ലൈബ്രറി വരെ ഒന്ന് വരാമോ? അച്ഛാ, അത് ഒന്ന് കാണണമെന്ന് പറയുന്നു. ഇപ്പോ ഉള്ള പിള്ളേരുടെ കാര്യം നമ്മളൊക്കെ എന്നാ ഗോകുന്തേട്ടാ കണ്ടേ? കല്യാണത്തിനല്ലേ? അത് തന്നെ. മോള് പോയിട്ട് വാ. വാവേ, എങ്ങോട്ട് പോവാ? ലൈബ്രറിയിലേക്ക്. മനുവേട്ടൻ എങ്ങടാ? ഞാൻ അമ്പലത്തിലേക്ക്. വാ, ഒരുമിച്ച് പോവാ. ബുക്ക് എടുക്കാനാണോ? കയ്യിൽ ബുക്കൊന്നുമില്ലല്ലോ. ബുക്ക് എടുക്കാനല്ല, ഒരാളെ കാണാനാ. ആരെ? ആനന്ദേട്ടനെ. ആനന്ദേട്ടൻ ഒന്ന് കാണണം എന്ന് പറഞ്ഞു. ലൈബ്രറിയിൽ വരാനാ പറഞ്ഞിരിക്കുന്നേ. പുള്ളിക്കാരൻ അതുവഴി എങ്ങോട്ടോ പോവുക. അപ്പൊ എന്നോട് അവിടം വരെ വരാൻ പറഞ്ഞു. ഓ അങ്ങനെ. എല്ലാരും കെട്ടിപ്പോവാ. ആദ്യം മാറും, ഇപ്പൊ നീ. അടുത്തത് മനുവേട്ടൻ. പഴയ അശ്വതി കെട്ടിപ്പോ സ്ഥിതിക്ക് വേറെ ആരെയും നോക്ക്. ഒന്ന് പോയേ വാവേ. ഞാനന്ന് ചുമ്മാ നിന്നെ അരിശം കേട്ടാ പറഞ്ഞതല്ലേ. ഇപ്പൊ അങ്ങനെയായോ? ആ, അത് പോട്ടെ. മനുവേട്ടനെ ആനന്ദേട്ടനെ പരിചയപ്പെടുത്തി തരാം. വാ. ഞങ്ങൾ അന്ന് നിശ്ചയത്തിന്റെ ഒന്ന് പരിചയപ്പെട്ടു. നീ ചെല്ലേ, ഞാൻ അമ്പലത്തിൽ കയറട്ടെ. എന്ത് പറയാനാണാവോ, ഒരു ചമ്മൽ. എന്തിനാണാവോ കാണാമെന്ന് പറഞ്ഞേ. വന്നോ? നമുക്ക് കുറച്ച് നടന്നാലോ? എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ മിണ്ടാതെ നടക്കുന്നേ? ലക്ഷ്മി, എനിക്ക് തന്നെ കണ്ടപ്പോ തന്നെ ഇഷ്ടായി. ഓ, വായ തുറന്നു. പോരട്ടെ. തന്നോട് ഇതെങ്ങനെ ചോദിക്കണം എന്നെനിക്കറിയില്ല. എന്തായാലും മടിക്കാതെ ചോദിച്ചോളൂ. തനിക്ക് ആരോടെങ്കിലും ലവ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എന്താ താനൊന്നും മിണ്ടാത്തെ? തനിക്ക് എന്നെ ഇഷ്ടമല്ലേ? എന്താ ഇപ്പോ ഇങ്ങനൊക്കെ ചോദിക്കാൻ? നമ്മുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞതല്ലേ. ഇഷ്ടമല്ലായിരുന്നെങ്കിൽ ഞാൻ സമ്മതിക്കില്ലായിരുന്നല്ലോ. ലക്ഷ്മി, ഇതൊന്ന് വായിച്ചു നോക്ക്. പ്രിയപ്പെട്ട സഹോദര, എനിക്ക് നിങ്ങളോട് വളരെ ബഹുമാനമുണ്ട്. എല്ലാ കുറവുകളോടും കൂടി ലക്ഷ്മിയെ വിവാഹം കഴിക്കാൻ തയ്യാറായ നിങ്ങൾ വലിയ മനസ്സിന്റെ ഉടമയാണ്. അവൾക്കൊരിക്കലും നിങ്ങളുടെ കുഞ്ഞിന്റെ അമ്മയാകാൻ കഴിയില്ലെന്ന് അറിഞ്ഞുകൊണ്ട് നിങ്ങളുടെ ജീവിതം അവൾക്ക് പകർത്തു നൽകി നിങ്ങൾ മറ്റുള്ളവർക്ക് ഒരു മാതൃക ആവുകയാണ്. ദൈവം നിങ്ങളെ രണ്ടുപേരെയും അനുഗ്രഹിക്കട്ടെ. സഹോദരൻ. എൻഗേജ്മെന്റിന് മുൻപ് വന്ന ലെറ്ററാണ്. പക്ഷെ ഇന്നലെയാണ് ഞാൻ കണ്ടത്. തിരക്കുകൾ കാരണം ശ്രദ്ധിച്ചില്ല. ഞാനിത് വീട്ടിൽ കാണിച്ചപ്പോ ഈ ബന്ധം വേണ്ടെന്ന എല്ലാരും പറഞ്ഞു. എന്തായാലും തന്നെ ഒന്ന് കാണിക്കാമെന്ന് കരുതി. തനിക്കൊരു ലവ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നെങ്കിൽ കൂടി സാരമില്ലായിരുന്നു. അതൊക്കെ ഇപ്പോ സാധാരണമല്ലേ. ഇതിപ്പോ അങ്ങനെ അല്ലല്ലോ. ഞാൻ എന്താ ചെയ്യണ്ടേ? നീ പറ.
ചിലപ്പോ നമ്മുടെ കല്യാണം നടക്കാതിരിക്കാൻ ആരെങ്കിലും ചെയ്തതാവാം. ഇതിലെന്തെങ്കിലും സത്യമുണ്ടോ? ഞാൻ വീട്ടിലിത് എങ്ങനെ പറയും? എന്റെ അച്ഛൻ ആ മനുഷ്യന്റെ ചങ്ക് പൊട്ടിപ്പോകും. എന്താണ് ഇത്? ആളുകൾ ശ്രദ്ധിക്കും. എനിക്ക് തന്റെ മറുപടി അറിയണം. ഒരു കാര്യം ചെയ്യും, താൻ വീട്ടിൽ പൊക്കോ, ഞാൻ വിളിക്കാം. എന്താ ലച്ചു മുഖം വല്ലാണ്ടിരിക്കുന്നേ? നീ അയാളോട് വഴക്കിട്ടോ? ഇല്ല അച്ഛാ, അത് പിന്നെ എന്താ കാര്യം പറഞ്ഞു? എന്താ ഇത്? എന്താ ഈ ലെറ്ററില്? എന്റെ ഭഗവതി, എന്റെ കുട്ടിയോട് ഇത് ആരാ ചെയ്തത്? ഈശ്വര. ആനന്ദേട്ടൻ വിളിക്കാമെന്ന് പറഞ്ഞു. അവരുടെ വീട്ടിലിപ്പോ ആർക്കും ഈ ബന്ധത്തിൽ താല്പര്യമില്ല. ലക്ഷ്മി വീട്ടിലെത്തിയോ? ഞാൻ പറഞ്ഞ കാര്യം വീട്ടിൽ പറഞ്ഞോ? പറയണം. ഇവിടെ ഭയങ്കര പ്രശ്നമാണ്. അമ്മയും ചേച്ചിയും ഈ കല്യാണത്തിന് സഹകരിക്കില്ല എന്നാണ് പറയുന്നത്. ഞാൻ നിർബന്ധം പിടിച്ചപ്പോൾ ഒരു മെഡിക്കൽ ചെക്കപ്പ് നടത്താൻ തയ്യാറാണെങ്കിൽ കല്യാണം നടത്താമെന്ന് പറയുന്നു. കല്യാണം എന്ന് പറയുമ്പോൾ രണ്ടുപേര് ചേരുന്നതല്ലേ, രണ്ട് കുടുംബങ്ങൾ ചേരുന്നതല്ലേ. അതില്ലാതെ പറ്റില്ല, നീയും ഇല്ലാതെ പറ്റില്ല. അച്ഛനോട് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കേ. ഞാൻ അച്ഛനോട് ചോദിച്ചിട്ട് വിളിക്കാം. മെഡിക്കൽ ചെക്കപ്പ് അല്ലേ, നമുക്ക് നടത്താൻ ഗോവിന്ദേട്ടാ. അതിന്റെ ആവശ്യമൊന്നുമില്ല. അവളെന്താ പാത്രം വല്ലതാണോ, പൊട്ടിയതോ ചളങ്ങിയതോ ആണോ നോക്കി വാങ്ങാനായിട്ട്? അവന് കുഴപ്പമൊന്നുമില്ലെന്ന് എന്താ ഇത്ര ഉറപ്പ്? കല്യാണം കഴിഞ്ഞ് രണ്ടുപേരിൽ ആർക്കെങ്കിലും കുഴപ്പമുണ്ടായ എന്ത് ചെയ്യും? ഈശ്വര, കല്യാണം മുടങ്ങിയ നാട്ടുകാരുടെ മുഖത്ത് എങ്ങനെ നോക്കും? നാട്ടുകാരാണോ നിന്റെ മോളാണോ നിനക്ക് വലുത്? തുടക്കത്തിലെ ഒരു കല്ലുകടിയായിട്ട് ഈ ബന്ധം വേണ്ട. എന്താ മോളുടെ അഭിപ്രായം? അച്ഛന്റെ തീരുമാനം പോലെ. എന്നാ ഞാനവനെ വിളിച്ച് പറഞ്ഞോളാം കല്യാണത്തിൽ നിന്ന് പിന്മാറുകയാണെന്ന്. വാവേ, നീ വിചാരിച്ചാൽ മാത്രമേ അമ്മയും അച്ഛനും പഴയതുപോലെ ആകൂ. ഈ ലോകത്ത് കല്യാണം മുടങ്ങുന്ന ആദ്യത്തെ ആളൊന്നും അല്ലല്ലോ നീ. അവൻ പോയെങ്കിൽ പോട്ടെ, നീ വീടിന് ചേർന്ന് നല്ലൊരു ജോലി വാങ്ങ. എനിക്ക് കരയല്ലേ, കണ്ണു തുടക്ക്. ഞാൻ പറയുന്നത് പോലെ നീ കേക്ക്. അച്ഛാ, ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ എനിക്കിപ്പോ കല്യാണമൊന്നും വേണ്ടെന്ന്. നിങ്ങളുടെ ആരെങ്കിലും മരിച്ചു പോയോ ഇങ്ങനെ ശോകം കാണിച്ചിരിക്കാൻ? ഇതുവരെ അച്ഛനും അമ്മയും പറഞ്ഞത് ഞാൻ കേട്ടു. അപ്പൊ ഞാൻ പറയുക, എനിക്ക് പഠിക്കാൻ പോണം, ഒരു ജോലി വാങ്ങണം. അതുവരെ എന്നോട് ആരും കല്യാണക്കാര്യം പറയരുത്. അച്ഛൻ നാളെ മുതൽ സ്കൂളിൽ പൊക്കോണം. എന്നാൽ നാട്ടുകാർക്ക് ഇതൊരു ചർച്ചാ വിഷയമായി. നാലാൾ കൂടുന്നിടത്തൊക്കെ വിഷയം ഗോവിന്ദൻ മാഷിന്റെ മോളുടെ കല്യാണം മുടങ്ങിയതായി. അയൽക്കൂട്ടത്തിലെ പെണ്ണുങ്ങൾക്കിടയിലും ചായക്കടകളിലും വിഷയം ചൂടുപിടിച്ചു. ചിലർ ഗോവിന്ദൻ മാഷിന്റെ മോൾക്ക് മാറാ രോഗമാണെന്ന് സഹതാപം കൊണ്ടു. ചിലർ ലച്ചുവിന് മറ്റൊരു പയ്യനുമായി ബന്ധമുണ്ടെന്ന് പറഞ്ഞു വരുത്തി. ചിലർക്ക് ഗോവിന്ദൻ മാഷിയുടെ മോൾ 6 മാസത്തിനുള്ളിൽ മരിച്ചുപോയേക്കാവുന്ന ക്യാൻസർ രോഗിയായി മാറി. ആനന്ദ് കൂടുതൽ സ്ത്രീധനം ചോദിച്ചുകൊണ്ടാണ് കല്യാണം മുടങ്ങിയതെന്ന് വേറെ ചിലർ. നാട്ടുകാരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഉത്തരം പൊട്ടി നിൽക്കാനേ ആ അച്ഛനും അമ്മയ്ക്കും മകൾക്കും കഴിഞ്ഞുള്ളൂ. ഹലോ, ഗോവിന്ദ മാഷിന്റെ വീടല്ലേ? അതെ. അതെ, ഗോവിന്ദ മാഷി പെട്ടെന്നൊന്ന് തലകറങ്ങി വീണു, ആശുപത്രിയിലാണ്. അയ്യോ, എന്റെ അച്ഛന് എന്ത് പറ്റിയുണ്ട്? അമ്മേ, അച്ഛൻ ആശുപത്രി. അമ്മ ഞാനിപ്പോ വരാം. എപ്പോ വരാം ഞാൻ? വീണു മാമി. എന്താ പറയേ, എന്ത് പറ്റി? മനുവേട്ട അച്ഛൻ. ഗോവിന്ദ സാറിന് ഇതിനു മുൻപ് ഇതുപോലെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? ഇല്ല, ഇത് ആദ്യമായിട്ടാ. പേടിക്കാനൊന്നുമില്ല, ഒരു മൈനർ അറ്റാക്കാണ്. അയ്യോ, എന്റെ അച്ഛൻ. പേടിക്കണ്ട, ഹാർട്ട് കുറച്ച് വീക്കാണ്, ബി.പി കൂടിയതുകൊണ്ടുണ്ടായതാ. മനസ്സിന് പ്രയാസം തട്ടുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഇത് ശ്രദ്ധിക്കണം. പുള്ളിയെ ഹാപ്പി ആയിട്ട് എപ്പോഴും വെച്ചേക്കണം. പിന്നെ മെഡിസിൻ കണ്ടിന്യൂ ചെയ്യണം, ഇടയ്ക്ക് ചെക്കപ്പ് ചെയ്യണം. ഒരു 2 ദിവസം ഇവിടെ റെസ്റ്റ് എടുക്കട്ടെ, അപ്പൊ എല്ലാം ഓക്കെ ആവും. ഞാൻ കാരണമാണ് എന്റെ അച്ഛന് ഈ ഗതി ഉണ്ടായത്. ഞാൻ കാരണം മാത്രമാണ്.
വാവേ എന്താ ഇത്? അപ്പുറത്ത് അമ്മയുണ്ട്, കരയാതെ. ഞാൻ കാരണം എൻ്റെ അച്ഛന് എന്നെ കുറിച്ച് ആലോചിച്ച് നീറി അതിനെ മാത്രം ഞങ്ങൾ ആരുടെ ദ്രോഹമാണ് ചെയ്തത്. വാവേ നീ കരയല്ലേ, കൂടിയതാണെന്ന് പറഞ്ഞാൽ മതി. നീ വേണം അവർക്ക് ധൈര്യം കൊടുക്കാൻ. എന്താ ഗൗതം പക്ഷേ ഉഷാറായല്ലോ ഇപ്പൊ. എല്ലാരോടും കൂടി പറയുവാണേ, വരുന്ന 28-ാം തീയതി എന്റെ കല്യാണം എന്നറിയാലോ. എല്ലാരും മര്യാദ അങ്ങ് വന്നോളണം. ഇനി ഇങ്ങനെ ഇരിക്കാൻ ഞാൻ സമ്മതിക്കില്ല. മാളുവിന്റെ കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ മനുവിന് PSCയിൽ നിന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ പോസ്റ്റിൽ നിന്ന് അപ്പോയിന്റ്മെന്റ് ലെറ്റർ വന്നു. അവിടെ എല്ലാവർക്കും സന്തോഷമായി. ജോലിക്ക് ജോയിൻ ചെയ്ത ശേഷം ആദ്യത്തെ സാലറി കിട്ടിയപ്പോൾ മാളുവിനെയും ഹസ്ബൻഡിനെയും ഒപ്പം ലച്ചുവിന്റെ വീട്ടിൽ നിന്നും എല്ലാവരെയും വിളിച്ച് ഗംഭീര സദ്യ കൊടുത്ത് മനു ചിലവ് നടത്തി. ഗോവിന്ദ, മനുവിന് ജോലിയായി. ഇനിയിപ്പോ കെട്ടിച്ചാലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നേ. ഗോവിന്ദ, നിനക്ക് സമ്മതമാണെങ്കിൽ ലച്ചുവിനെ അത് കെട്ടിച്ചു കൊടുക്കുക. ഇതെന്തുവാ ഈ അച്ഛന്റെ അമ്മയുടെ ഫേസൊക്കെ ഹാപ്പി ആയിരിക്കുന്നേ? ഇവർക്ക് സമ്മതമാണോ ഇതിന്? എന്ത് ചെയ്യാനാ, ഒരു വർഷത്തേക്ക് കല്യാണത്തെ പറ്റി മിണ്ടി പോരുന്ന ഇവള് പറഞ്ഞേക്കുന്നേ. എന്താ നീ വേണ്ടണ്ട, അവള് പറയട്ടെ. എന്താ മോളെ, നിനക്ക് സമ്മതമല്ലേ? എനിക്ക് പഠിക്കണം ഒരു വർഷത്തേക്ക്. അപ്പൊ സമ്മതമാണ്. ഒരു വർഷത്തേക്ക് വേണ്ട, അത്രയല്ലേ ഉള്ളൂ. അങ്ങനെയല്ല, ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല. മനുവേട്ടനെ പറ്റി അങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. അത് സാരമില്ല, ഇനി ചിന്തിക്കാലോ. ആലോചിച്ചിട്ട് പറഞ്ഞാ മതി മോള്. ഞാൻ പോവാ.